നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും വാട്സാപ്പും ടെലിഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, മിക്കവാറും എല്ലാ ദിവസവും. എന്നാൽ 2026 ഫെബ്രുവരി 28, അതായത് നാളെ മുതൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ നമ്മൾ വിചാരിക്കാത്ത വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. സിം കാർഡ് ഫോണിലില്ലെങ്കിൽ ഇനി വാട്സാപ്പ് പ്രവർത്തിക്കില്ല. എന്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ സിം ബൈൻഡിംഗ് നിയമം? അത് നിങ്ങളുടെ ഫോണിനെയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെയും എങ്ങനെ ബാധിക്കും എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ രജിസ്റ്റർ ചെയ്ത സിം ആ ഫോണിൽ തന്നെ ഉണ്ടായിരിക്കണം. സിം ഊരിയാൽ ആ ബാങ്കിൻ്റെ ആപ്പുകൾ പ്രവർത്തിക്കില്ല, നമുക്ക് പണമിടപാടുകൾ നിർവഹിക്കാനും സാധിക്കില്ല. ഇതേ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഇനി വാട്സാപ്പിലും ടെലിഗ്രാമിലും സിഗ്നലിലും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു? നമ്മളൊരു നമ്പറിൽ വാട്സാപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സിം ഊരി മാറ്റിയാലും വൈഫൈ വഴി നമുക്ക് ആ വാട്സാപ്പ് ഉപയോഗിക്കാമായിരുന്നു, ശരിയല്ലേ? എന്നാൽ ഇനി മുതൽ അത് നടപ്പില്ല. ഏത് നമ്പറിലാണോ വാട്സാപ്പ് ഉള്ളത് ആ സിം കാർഡ് നിങ്ങളുടെ ഫോണിൽ ലൈവായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളിൽ ചിലർ ഫോണിലെ വാട്സാപ്പ് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ ഉപയോഗിക്കാറില്ലേ? ടാബുകളിലുമൊക്കെ നിങ്ങളത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ ഒരു രീതിക്കാണ് ഇനി മുതൽ മാറ്റം വരാൻ പോകുന്നത്. ഫോണിൽ മാത്രമല്ല, വാട്സാപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കും പുതിയ പണി വരുന്നുണ്ട്. പുതിയ ചട്ടമനുസരിച്ച് ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളുടെ വാട്സാപ്പ് വെബ് സെഷൻ ഓട്ടോമാറ്റിക്കായി ലോഗ് ഔട്ടായി പോകും. വീണ്ടും ലോഗിൻ ചെയ്യാൻ ഫോണിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്യേണ്ടതായി വരും. രഹസ്യമായി മറ്റാരുടെയെങ്കിലും വാട്സാപ്പ് വെബിൽ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ ചോർത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം. അപ്പോൾ എന്തിനാണ് സർക്കാർ ഇത്രയും കടുത്ത നിയമം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ തന്നെ സുരക്ഷ എന്നത് മാത്രമാണ്. സൈബർ തട്ടിപ്പുകാർ പലപ്പോഴും വ്യാജ സിമ്മുകൾ ഉപയോഗിച്ച് വാട്സപ്പ് ആക്ടിവേറ്റ് ആക്കിയ ശേഷം സിം നശിപ്പിച്ചു കളയും. പിന്നീട് വൈഫൈ ഉപയോഗിച്ച് ഇവർ തട്ടിപ്പുകൾ തുടരും. അപ്പോൾ സിം സ്വന്തമായി ഇല്ലാത്തതിനാൽ അവരെ പിടികൂടാൻ സൈബർ പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സിം ബൈൻഡിംഗ് വരുന്നതോടെ കുറ്റവാളികളെ എളുപ്പത്തിൽ കണ്ടെത്താനാവും. ഇതുകൊണ്ട് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, വിദേശയാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വിദേശത്ത് പോയി ലോക്കൽ സിം ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ വാട്സാപ്പ് നമ്പർ വർക്ക് ചെയ്യുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇന്ത്യൻ സിം ഫോണിലുണ്ടെങ്കിൽ വൈഫൈ വഴി ഉപയോഗിക്കാൻ തടസ്സമുണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി 2 ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സിം ഉപയോഗിച്ച് 2 ഫോണുകളിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് ഇനി പ്രയാസകരമായേക്കാം. ഈ നിയമം നടപ്പിലാക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 28, അതായത് നാളെ തീരുകയാണ്. കാലാവധി നീട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ ശരിയായ സിം കാർഡുള്ള ഫോണിലേക്ക് മാറ്റി എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തണം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും. അതിനാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ടെക് അപ്ഡേറ്റുകൾക്കായും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.